എന്താ പറയുക, ഇമോഷണൽ പറയുമ്പോൾ ഈ സ്റ്റോറി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഞാൻ വേറെ ആളായിരുന്നു. ഇതാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ വേറെ ഇതിൽ പോകുന്ന ആളാണ്. ഞാൻ ഇവിടെ ഇരിക്കണതും എൻ്റെ ചേഞ്ച് വന്നോളാം. വിവാഹം ഉണ്ടല്ലോ, ശരിക്കും നമ്മളൊക്കെ വെഡ്ഡിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതായത് സിനിമോട്ടോഗ്രാഫി സ്റ്റൈലായാലും ഈ ഫോട്ടോഗ്രാഫി സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് വെഡ്ഡിങ് വീട്ടുകളിലൊക്കെ വർക്കിന് പോകുമ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു ഡയലോഗാണ്, വിവാഹം സ്വർഗത്തിൽ വെച്ചിട്ടാണ് നടക്കുകയാണ്. ആ സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു ലോകമല്ലേ. ഇങ്ങനെയാണോ എൻ്റെ അനിയൻ കണ്ണൻ, എനിക്ക് അതുപോലെ തന്നെ മില്ലൻ. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ മുന്നിൽ നിന്നിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റി. അതൊരു ഭയങ്കര ഫീലായിരുന്നു. അന്ന് അടുക്കളത്തിൽ ഞാൻ മാലെടുത്ത് കൊടുക്കുമ്പോഴും ഞാൻ അങ്ങനെ മാറി നിന്ന് നോക്കായിരുന്നു അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം. നമ്മുടെ അച്ഛനമ്മമാരൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അവർ ആദ്യമേ പറഞ്ഞിട്ടായിരുന്നു, ഇത്രയും 1 മണിക്കൂർ റൺ ചെയ്തിട്ട് വീടിൻ്റെ അടുത്ത് നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് എന്തിനാ ഈ കക്കാടുമാനയിലൊക്കെ പോയിട്ട് നമ്മൾ പരിപാടി നടത്തണേ. കല്യാണം കഴിക്കുന്നു വിചാരിച്ച ഒരാളല്ല. ഇപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല. ഇഷ്ടമായിരുന്നു, ഭയങ്കര അഹങ്കാരം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെ കണക്ഷൻ ആയി, ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എപ്പോൾ തുടങ്ങിയെന്നൊന്നും ചോദിച്ചു ഞങ്ങൾക്കൊരു ഉത്തരമില്ല. എങ്ങനെയോ അറിയാണ്ട് ഒരു ഫ്ലോയിൽ കണക്റ്റ് ആയി. പിന്നെ ഞങ്ങൾ പരസ്പരം ഇപ്പോഴും പ്രപ്പോസ് ചെയ്തിട്ടില്ല, ഒരു ഐ ലവ് യു പറഞ്ഞിട്ടില്ല. പക്ഷെ ഫൈനലി വി ആർ മാരീഡ്. നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടിയിട്ട് താലികെട്ടിലേക്ക് കിടക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഇനി മുതൽ നമ്മൾ ഒരു കുടുംബമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ആശീർവാദത്തോടു കൂടിയിട്ട് താലികെട്ട് മൊമെന്റിലേക്ക്, ആ മുഹൂർത്തത്തിലേക്ക് കിടക്കാൻ സ്വാഗതം. താങ്ക് യു. ഞാൻ എന്നുള്ള വ്യക്തി ഇപ്പോൾ ഇവിടെ ഇരിക്കണത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഞാൻ ഇതുകൂടെ കാരണം മാത്രമാണ്. എൻ്റെ ലൈഫിലേക്ക് വന്നതിനും എന്നെ ഇങ്ങനെ ആക്കിയതിനും എല്ലാ അച്ഛൻ്റെ കൂടെ വന്നതിനും. താങ്ക് യു എവറിത്തിങ്. കൂടെ വന്നതിനും എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്തതിനും ഇതിവിടെ വരെ എത്തിയതിനും എല്ലാത്തിനും താങ്ക് യു.